ഇത്രയും പറഞ്ഞ അഭിനവ് വീണ്ടും ഗ്ലാസ് എടുത്തു. അവൾ അതിൽ വീണ്ടും വൈൻ നിറച്ചു വെച്ചിരുന്നു. ടൈഗർ ഇത്രയ്ക്ക് ഭീരുവാണോ? കളിക്കൂട്ടുകാരെ നേരിട്ട് കാണാൻ ഭയക്കുന്നു, ഭാര്യ വീട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അലീന അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. മരിക്കാനൊന്നും പേടിയില്ല, പക്ഷെ എന്റെ അച്ഛൻ ബാക്കി വെച്ചപ്പോ ഈ സാമ്രാജ്യം എനിക്ക് സംരക്ഷിക്കണം. അതിന് കുറച്ചു നാളെങ്കിലും ഞാൻ ജീവനോടെ ഇരുന്നേ പറ്റൂ. ടൈഗർ ആണെന്ന് പറഞ്ഞ് ഇപ്പോഴേ ശത്രുവിന്റെ മുന്നിലേക്ക് പോകുന്നത് വെറും മണ്ടത്തരവാ. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ ഞാൻ ആരാണെന്ന് ആരും അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം രോഹം വരട്ടെ, ബാക്കിയെല്ലാം വഴിയെ തീരുമാനിക്കും, അബി പറഞ്ഞു. ഇത് കേട്ട് അലീന അവനെ പുഞ്ചിരിയോടെ നോക്കി. എന്താ, എന്റെ കളിക്കൂട്ടുകാരിക്ക് പോലും എന്റെ കഴിവിൽ വിശ്വാസമില്ലേ? അബി ചോദിച്ചു. ഇത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അബിയെ ആശ്വസിപ്പിക്കാനായി അവന്റെ തോളിൽ കൈവെക്കാൻ പോയി. പക്ഷേ അവൾ കൈവെക്കുന്നതിന് മുൻപ് അഭിനവ് ബാക്കി വൈൻ ഒറ്റ വരിക്ക് കുടിച്ചിട്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തുപോയി. അലീന അവൻ പോകുന്നത് നോക്കി നിന്നു. തിരികെ അനന്യയുടെ വീട്ടിലെത്തിയപ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. അന്ന് കാര്യമായി ഒന്നും കഴിക്കാത്തതിനാൽ അവന് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ അവൻ വേലക്കാരിയുടെ റൂമിലെത്തി. അവരെ വിളിച്ചു. തനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ആഹാരം എടുത്തു തരാൻ അവൻ അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ ആരും അവനെ മൈൻഡ് പോലും ചെയ്തില്ല. ഇവിടുത്തെ തള്ളയെപ്പോലെ തന്നെയാണോ ജോലിക്കാരും? ഇനിയിപ്പോ എന്തു ചെയ്യും? മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് കൊടല് കരിയുന്നു. കിച്ചന് പോയി എന്തെങ്കിലും ഉണ്ടാക്കാം, അല്ലാതെ ശരിയാവില്ല, അഭിനവ് സ്വയം പറഞ്ഞു. അവൻ നേരെ അടുക്കളയിലേക്ക് പോയി. ചപ്പാത്തി ഉണ്ടാക്കുക എന്നാണ് അവൻ കരുതിയത്. അവൻ അടുക്കളയിൽ ചെന്ന് അലമാര തുറന്ന് മാവ് തിരയാൻ തുടങ്ങി. ഒടുവിൽ മാവ് കണ്ടെത്തി. മാവിന്റെ ടിന്നെടുത്ത് ടേബിളിൽ വെച്ച് കുഴയ്ക്കാൻ ഒരു പാത്രം എടുത്തു. അപ്പോഴാണ് അവന്റെ കൈ തട്ടി മറ്റൊരു പാത്രം നിലത്തേക്ക് വീണത്. പെട്ടെന്ന് അവൻ ആരുടെയോ കാലടികളുടെ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ശർമ്മിള തന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നത് അവൻ കണ്ടു. നീ എന്താടാ ഇവിടെ? അടുക്കളയിൽ നിനക്കെന്താ പണി? ശർമ്മിള ഗൗരവത്തോടെ ചോദിച്ചു. അഭിനവ് അവരെ ഒന്ന് നോക്കി. എനിക്ക് വിശന്നിട്ട് വയ്യ, വല്ല ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാന്ന് കരുതി വന്നതാണ്. അഭി സത്യം തുറന്നു പറഞ്ഞു. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വിശക്കട്ടെ. എന്ത് ധൈര്യത്തിലാ ഇവിടുത്തെ അടുക്കളയിലൊക്കെ നീ വന്ന് കയറിയത്? വിശക്കുന്നുണ്ട് പോലും. ഒരു നേരം പട്ടിണി കിടന്നു എന്ന് വെച്ചാൽ ആരും ചത്തൊന്നും പോവില്ല. എന്തൊക്കെയായാലും എന്റെ അടുക്കളയിൽ അങ്ങനെ കണ്ടവന്മാര് കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, ശർമ്മിള പറഞ്ഞു. ഇത് കേട്ടതും അബിക്ക് ദേഷ്യം വന്നു. ആന്റി പ്ലീസ്, എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട്. നിങ്ങൾ ആര് ഹെൽപ്പ് ചെയ്യണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. അബിയുടെ ശബ്ദം ദയനീയമായി. ഒരൽപ്പം ഭക്ഷണം കഴിക്കുന്നതിന് പോലും അവര് കാണിക്കുന്ന ഈ ധാർഷ്ട്യം സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അയ്യോ, അങ്ങനെ നീ ഇപ്പൊ ഉണ്ടാക്കണ്ട. നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പുറത്തു പോകുന്നോ അതോ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കണോ? ശർമ്മിള അല്പം ഉച്ചത്തിൽ ചോദിച്ചു. അഭിനവ് കണ്ണടച്ചൊരു ദീർഘനിശ്വാസം എടുത്ത് അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ശർമ്മിളയൊന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ആ സ്ത്രീയുടെ പക്കൽ നിന്ന് യാതൊരുവിധ കരുണയും ആർക്കും ലഭിക്കില്ലെന്നറിയാം. അത്രത്തോളം നീചയാണ് അവൾ. എങ്കിലും അബിയുടെ മനസ്സിനെ അവരുടെ വാക്കുകൾ മുറിപ്പെടുത്തിയിരുന്നു. നീയൊന്ന് നിന്നേ, ശർമ്മിള അവനെ വിളിച്ചു. അവർക്കെന്താണ് ഇനിയും പറയാനുള്ളതെന്ന് ചിന്തിച്ച് അബി തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നു. ഇത്രയും നല്ല വീട്ടിൽ എല്ലാ സുഖസൗകര്യത്തോടും കൂടി നിൽക്കുമ്പോ നിനക്കൊരു തോന്നലുണ്ടാകും നീ ഈ വീട്ടിലെ മരുമകനാണെന്ന്. എന്നാൽ ഒരു കാര്യം നീ മറക്കണ്ട, ഇവിടെ പുറത്ത് കൂട്ടിൽ കിടക്കുന്ന നായ്ക്ക് പോലും നിന്നേക്കാൾ വിലയുണ്ട്. നിന്നെ ഒരിക്കലും ഞാൻ മരുമകനായി അംഗീകരിക്കാൻ പോകുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ മകളുടെ ഭർത്താവ് എപ്പോഴും ശ്രീരാഗ് തന്നെയായിരിക്കും. അധികം വൈകാതെ ഞാൻ നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. ശേഷം അവൻ എന്റെ മകളുടെ കൈ പിടിച്ചു കൊടുക്കും. അതുകൊണ്ട് വെറുതെ നിലമറന്ന് പെരുമാറാൻ നിൽക്കരുത്. ശർമ്മിളയുടെ വായിൽ നിന്ന് ഇത്തരം കഠിനമായ വാക്കുകൾ പലപ്പോഴായി കേൾക്കുന്നത് കൊണ്ട് അബിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ഒരിക്കൽ അവർ ഈ പറയുന്നതിനെല്ലാം ഖേദിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അവനൊന്നും മിണ്ടാതെ അനന്യയുടെ റൂമിലേക്ക് പോയി. അവളുടെ റൂമിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഉള്ളിൽ നിന്ന് അനന്യയുടെ പൊട്ടിച്ചിരി അവൻ കേട്ടു. എന്തിനാണ് അനന്യ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതെന്ന് അവൻ ചിന്തിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അനന്യ ആരോടെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇല്ലടാ, സത്യം, നിനക്കെന്നെ വിശ്വാസമില്ലേ? എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഇത് ഒഫീഷ്യലായിട്ട് എല്ലാവരോടും പറയും. ഇനിയൊന്ന് ഫൈനലൈസ് ചെയ്യാൻ കൂടിയേ ഉള്ളൂ. മുത്തച്ഛൻ ഫുൾ സപ്പോർട്ടോടുകൂടി എന്റെ കൂടെ തന്നെയുണ്ട്. ഇത്രയും പറഞ്ഞ് അനന്യ വീണ്ടും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അഭിനവിന് കൂടുതൽ വിശക്കാൻ തുടങ്ങിയിരുന്നു. അലീനയുടെ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് മണ്ടത്തരമായെന്ന് അഭിനവിന് തോന്നി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ പതുക്കെ അനന്യയുടെ കിടക്കയുടെ മറുവശത്ത് വന്ന് പുതപ്പ് പുതച്ചു കിടന്നു. അപ്പോഴേക്കും അനന്യയുടെ കണ്ണുകൾ അഭിനവിൽ പതിഞ്ഞിരുന്നു. റോഷ്നി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അഭിനവ് വന്നു, അനന്യ ഫോണിലൂടെ പറഞ്ഞു. ശേഷം ഫോൺ കട്ട് ചെയ്ത് അവൾ അഭിനവന്റെ നേരെ തിരിഞ്ഞു.
അത്രയും നേരം ഫോണിൽ കളിചിരിയോടെ നിന്ന അനന്യയുടെ മുഖത്ത് ദേഷ്യം വന്ന് നിറഞ്ഞു. ഇതെന്താ എന്റെ കിടക്കൽ വന്ന് കിടക്കുന്നേ? എഴുന്നേറ്റേ, പുറത്തു പോയേ, അനന്യ പറഞ്ഞു. പ്ലീസ് അനന്യ, ഞാൻ ഇന്ന് നല്ല ടയേർഡാണ്. മര്യാദയ്ക്ക് ആഹാരം പോലും കഴിച്ചിട്ടില്ല. ദയവ് ചെയ്ത് നീ എന്നെ ഉപദ്രവിക്കരുത്. നിനക്ക് യാതൊരു ശല്യം ഉണ്ടാക്കാതെ ഞാൻ ഇവിടെ ഇത്തിരി നേരം ഒന്ന് കിടന്നോട്ടെ, അഭിനവ് പറഞ്ഞു. അനന്യ ഒരു നിമിഷം അവനെ നോക്കി. അവൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അതെന്താ അങ്ങനെ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിനക്കെന്തെങ്കിലും കഴിക്കായിരുന്നില്ലേ? അവൾ ചോദിച്ചു. അബി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അലീന അനന്യയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിരുന്നു. ഇടയിൽ അവന്റെ അച്ഛന്റെ കാര്യവും എടുത്തിട്ടു. എല്ലാം കൂടി ആയപ്പോൾ അവിടെ നിൽക്കാൻ തോന്നാതെ ഇറങ്ങിപ്പോകുകയായിരുന്നു അഭിനവ്. പക്ഷെ അനന്യ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരായിരുന്നു. ആ സമയത്ത് അവനത് തോന്നിയില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് വരാത്തത് വലിയ അബദ്ധമായി എന്ന് അബിക്കിപ്പോൾ തോന്നി. ആഹാരം കഴിക്കാതെ കിടക്കേണ്ടി വരുന്നത് ആദ്യമായല്ല. പക്ഷെ മനസ്സെങ്ങനെ അസ്വസ്ഥമായിട്ടില്ല. അബി ചിന്തിച്ചു. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെങ്കിൽ കൈ പൈസ വേണ്ടേ? വിക്രം സാർ അഡ്വാൻസ് തന്ന പൈസ മുഴുവൻ എടുത്ത് കോട്ട് വാങ്ങിയില്ലേ? തിന്നാനൊന്നുമില്ലെങ്കിലും സിനിമാ നടനെ പോലെ ഒരുങ്ങി നടന്നാ മതി. അനന്യ പിറുപിറുത്തു. എന്നാൽ അത് കൃത്യമായി അവ കേട്ടിരുന്നു. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ പറ, എനിക്കൊന്ന് ഉറങ്ങണം, അഭിനവ് ദേഷ്യത്തോടെ ചോദിച്ചു. അല്ല, എന്നാ പിന്നെ നിനക്ക് ഇവിടെ വന്നിട്ട് ജോലിക്കാരുടെ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയായിരുന്നില്ലേ? ഇങ്ങനെ പട്ടിണി കിടന്ന് ചാവാൻ തന്നെയാണോ തീരുമാനം? അനന്യ ചോദിച്ചു. ഓ, എന്റെ ഭാര്യയ്ക്ക് എന്റെ കാര്യത്തില് വലിയ ഉത്കണ്ഠയാണല്ലോ. എന്നാ കേട്ടോ, ഈ പറയുന്ന ജോലിക്കാരുടെ മുറിയുടെ മുന്നിൽ പോയി കുറെ നേരം ഞാൻ തട്ടി വിളിച്ചതാണ്. ഒരെണ്ണം പോലും എഴുന്നേറ്റ് വന്നില്ല, അഭിനവ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്റെ കാര്യത്തിൽ യാതൊരു ഉത്കണ്ഠയില്ല. പിന്നെ പട്ടിണി കിടന്ന് മരിച്ചാൽ നഷ്ടം നിനക്ക് തന്നെയായിരിക്കും, ലാഭം എനിക്കും. എന്താണെങ്കിലും എനിക്ക് നിന്നെ എന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. അതിന് നീ തന്നെയായിട്ട് ചെയ്തു തന്നാൽ വലിയ ഉപകാരം, അനന്യ പറഞ്ഞു. എന്നിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അഭിയെ വിളിച്ചു. വായന്റെ കൂടെ. അവൾ വിളിച്ചത് കേട്ട് അഭിനവ് അമ്പരന്നു. അനന്യ തന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അവന് മനസ്സിലായില്ല. അനന്യ അവനോട് വീണ്ടും വരാൻ ആംഗ്യം കാണിച്ചു. അഭിനവ് അവളുടെ പിന്നാലെ നടന്നു. അവൾ ജോലിക്കാരുടെ മുറിയുടെ മുന്നിൽ ചെന്ന് വാതിൽ മുട്ടിയതും 3 ജോലിക്കാരികൾ മുറി തുറന്ന് പുറത്തേക്ക് വന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ജോലിക്കാരികളോട് അനന്യ എന്തോ സംസാരിക്കുന്നത് അഭിനവ് കണ്ടു. നേരത്തെ ഇതേ മുറിയുടെ മുന്നിൽ വന്നാണ് അവൻ ഒരുപാട് തവണ മുട്ടിയത്. പക്ഷേ ആരും എഴുന്നേൽക്കാൻ പോലും തയ്യാറായില്ല. എന്നാൽ അനന്യ ഒരൊറ്റ തവണ വിളിച്ചപ്പോൾ എല്ലാവരും അവളുടെ മുന്നിൽ വന്ന് ഓച്ചാനിച്ചു നിൽക്കുന്നു. അഭിനവ് അത്ഭുതത്തോടെ ആ കാഴ്ച നോക്കിക്കണ്ടു നിന്നു. 10 മിനിറ്റ് തരും, അതിനുള്ളിൽ അബിക്ക് വേണ്ട ഫുഡ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കണം. ഒരാൾ വിശന്നിട്ട് വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അനന്യ ദേഷ്യത്തോട് അവരോട് ചോദിച്ചു. ഭദ്രകാളെ പോലുള്ള അനന്യയുടെ ഈ രൂപം കണ്ട് അഭിനവിന് ചിരി വന്നു. അവളുടെ വാക്കുകൾ കേട്ടതും 3 ജോലിക്കാരികളും ധൃതി പിടിച്ച് അടുക്കളയിലേക്ക് കയറി. അവരിപ്പോൾ നിനക്ക് വേണ്ടത് ഉണ്ടാക്കിത്തരും. അങ്ങനെ ആരും വെറുതെ ഇവിടെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. അനന്യ അഭിനവന്റെ അടുത്ത് വന്ന് അതും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ താങ്ക്സ് വൈഫി എന്നവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും അവൾ തിരികെ അവന്റെ അരികിലേക്ക് തന്നെ വന്നു. അങ്ങനെ നിനക്ക് എന്നോടൊരു നന്ദി തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം. എത്രയും പെട്ടെന്ന് എന്റെ ഭർത്താവായി വേഷം കെട്ടുന്നത് നിർത്തിയിട്ട് നീ എവിടെയെങ്കിലും ഒന്ന് പോയിത്താ. നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും. അനന്യ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. ഇത് കേട്ട് അഭിനവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതുവരെ അഭി കരുതിയിരുന്നത് അനന്യ യാതൊരു ദയയും കരുണയും ഇല്ലാത്തൊരു പെൺകുട്ടിയാണെന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, അവൾക്കുള്ളിൽ ഒരു നല്ല ഹൃദയം ഉണ്ടെന്ന് അവൻ ഇപ്പോൾ മനസ്സിലായി. അനന്യ പോയതോടെ ജോലിക്കാരികൾ അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അവനുള്ള ഫുഡ് അവർ വളരെ സാവധാനമാണ് തയ്യാറാക്കി കൊടുത്തത്. അവരിത് മനഃപൂർവ്വമാണ് ചെയ്യുന്നതെന്ന് അബിക്ക് മനസ്സിലായി. എങ്കിലും അവൻ അനന്യയോട് അതിനെക്കുറിച്ച് പരാതി ഒന്നും പറഞ്ഞില്ല. ഏറെ വൈകിയാണ് കിട്ടിയതെങ്കിലും അവൻ ആ ഫുഡ് കഴിച്ചു. അതിനുശേഷം അനന്യയുടെ മുറിയിൽ അവളുടെ കട്ടിലിന്റെ ഒരറ്റത്ത് പോയി കിടന്നുറങ്ങി. രാത്രി ഏറെ വൈകി കിടക്കുന്നതുകൊണ്ട് രാവിലെ എഴുന്നേക്കാനും വൈകിയിരുന്നു. അഭിനവ് കണ്ണു തുറന്നതും കാണുന്നത് എവിടെയോ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന അനന്യയാണ്. ഗുഡ് മോർണിംഗ് വൈഫി, ഉറക്കച്ചടവോടെ അവൻ അവളെ നോക്കി പറഞ്ഞു. ഗുഡ് മോർണിംഗോ? ഇതിപ്പോ ഉച്ചയായി, അപ്പോഴവൻ്റെ ഒരു ഗുഡ് മോർണിംഗ്. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരേണ്ട സമയമാണോ ഇത്? അനന്യ മേക്കപ്പ് ശരിയാക്കിക്കൊണ്ട് അഭിനവിനെ ശാസിച്ചു. അഭി കഴിഞ്ഞ രാത്രി ജോലിക്കാരികൾ മനഃപൂർവ്വം തനിക്ക് ഫുഡ് വൈകി തന്നതിനെക്കുറിച്ച് ഓർത്തു.